ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹീറോ ഡുയറ്റിൻ്റെ ബാക്കിലെ വീൽ വയറിങ്ങും ഗിയർ ഓയിൽ ചേഞ്ചിങ്ങുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തമായി കാണുക. അപ്പോൾ നമ്മളിനി പ്രത്യേകിച്ച് വർക്ക്ഷോപ്പിലൊന്നും പോയി ആരെയും കാണിക്കേണ്ട കാര്യം, നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ വീൽ വയറിങ് പോയത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ ബാക്ക് വീൽ സെൻറ്റർ സ്റ്റാൻഡ് വെച്ചിട്ട് ബാക്ക് വീൽ പിടിച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് നനയ്ക്കി നോക്കുക. കണ്ടില്ലേ, നല്ല പ്ലേ കാണാൻ നമുക്ക് പറ്റും. പ്ലേ അങ്ങനെ കാണുവാണെങ്കിൽ വിചാരിച്ചോണം ഉറപ്പായിട്ടും അതിൻ്റെ വീൽ വയറിങ് പോയാണെന്ന് വിചാരിച്ചോണം. അപ്പം പിന്നെ നമുക്കത് മാറാവുള്ളൂ. നമ്മൾ സാധാരണ ബൈക്കിൻ്റെയൊക്കെയാണ് മാറാനാണെങ്കിൽ നമുക്ക് വീൽ അഴിച്ചിട്ട് പെട്ടെന്ന് മാറാൻ പറ്റും. പക്ഷേ ഈ ഡ്യുയറ്റ് പോലുള്ളവരുടെ ഒന്നും പറ്റത്തില്ല. അതിൻ്റെ ഗിയർ ബോക്സ് ഒക്കെ അഴിച്ച് താത്തെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഗിയർ ബോക്സ് തന്നല്ല, അതിൻ്റെ ക്ലച്ച് സൈഡ് കവർ നമ്മൾ അഴിക്കണം. ഈ ക്ലച്ച് സൈഡ് കവറൊക്കെ അഴിക്കണമെങ്കിൽ സാധാരണ വർക്ക്ഷോപ്പുകാർക്ക് പുള്ളറൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഈ സാധാരണ പുള്ളർ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ശകലം ടാസ്ക് പിടിച്ച പണിയാണെങ്കിലും നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഒന്ന് ശ്രമിച്ചാൽ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ സൗകര്യപ്രദമായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ സൈഡ് കവറെല്ലാം അഴിച്ച് മാറ്റുന്നത്. സാധാരണ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, വർക്ക്ഷോപ്പുകാരൊക്കെ ചെയ്യുവാണെങ്കിൽ. അപ്പം നമ്മളിതെല്ലാം ഒന്ന് നല്ലതായിട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടല്ലേ, അപ്പോൾ നമ്മളിത് ഈ ക്ലച്ച് സൈഡ് കവർ അഴിക്കുന്നതിന് മുമ്പായിട്ട് അതിനോട് ചേർത്തൊരു ഓസിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ലൂസ് ചെയ്തിട്ട് അതങ്ങ് മാറ്റണം. മാറ്റിയിട്ട് വേണം നമ്മൾ ഈ ക്ലച്ച് സൈഡ് കവർ അഴിക്കാൻ. അപ്പോൾ ഈ കവർ അഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കിക്കറിൻ്റെ ഉണ്ട്. സാധാരണ അവർ കിക്കറൊന്നും അഴിക്കില്ല, പക്ഷേ നമ്മളിതൊക്കെ അഴിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം കിക്കറിൻ്റെ 10ൻ്റെ ബോൾട്ടാണ്. അപ്പോൾ ആ ബോൾട്ട് ഊരി കഴിഞ്ഞിട്ട് അതിനകത്തൊരു ലോക്കുണ്ട്. അപ്പോൾ ആ ലോക്ക് തട്ടിയെങ്കിൽ കിക്കറിങ് പോകാം. ആ ലോക്ക് തട്ടി മാറണം. തട്ടി മാറ്റിയെങ്കിൽ ക്ലച്ച് കവർ നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ബോൾട്ടുണ്ട്. അപ്പോൾ ആ 8ൻ്റെ ബോൾട്ട് നമ്മൾ അഴിച്ച് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് പിടിച്ച് കഴിഞ്ഞാൽ ആ ക്ലച്ച് സൈഡ് കവറിങ് പോയി. പിന്നെ നമുക്ക് അതിനേക്കാളും വലിയ ടാസ്ക്കാണ് അടുത്തത് കിടക്കുന്നത്. അപ്പം ക്ലച്ച് നമുക്ക് അഴിക്കണം. അപ്പോൾ ക്ലച്ച് നമുക്ക് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ നമ്മൾ ക്ലച്ച് ബലമായിട്ട് പിടിക്കുക, മറ്റേ കയ്യിൽ നമ്മൾ ആ നട്ടിനകത്തൊരു സ്പാൻഡർ കയറ്റി വെച്ചിട്ട് നമ്മളൊരു ചുറ്റിക കൊണ്ട് ആ സ്പാൻഡറിൽ അടിക്കുക. അടിച്ച് കഴിഞ്ഞാൽ ഒരു 2-3 അടിക്കുള്ളിൽ തന്നെ അത് നട്ട് ലൂസാകുന്നതായിരിക്കും. അങ്ങനെയാണ് ഞാനിങ്ങനെ അടിച്ചത്. അപ്പോൾ അതിനേക്കാളും വലിയ ടാസ്ക് അടുത്ത് കിടക്കുന്നത്. അടുത്ത് നമ്മൾ ഇനി ക്ലച്ച് ഊരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ആ ബെൽറ്റിൻ്റെ 2 സൈഡും പിടിച്ച് നമ്മൾ നടുക്കോട്ട് അമർത്തണം. ഒരു 2-3 ട്രിപ്പ് നമ്മൾ അമർത്തി കഴിയുമ്പോഴത്തേന് ഈ ബെൽറ്റ് ലൂസാകും. ആ ലൂസായി കഴിയുമ്പോൾ നമ്മൾ 2 കൈ ഉപയോഗിച്ചിട്ട് ഈ ക്ലച്ചെ പിടിച്ച് വലിച്ച് കഴിയുമ്പോൾ അതിങ്ങ് ഊരിങ്ങി പോരും. അങ്ങനെയാണ് നമ്മളിത് സാധാരണ ബെൽറ്റിൽ നിന്ന് ഊരിയെടുക്കും, ക്ലച്ച് ഊരിയെടുക്കുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇനിയാണ് നമ്മൾ ഗിയർ ഓയിൽ മാറ്റണം. അപ്പോൾ അതിൻ്റെ ഓയിൽ മാറ്റാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു താഴെയാണെങ്കിൽ 2 ബോൾട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ താഴെ മുകളിൽ നമുക്കത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ബോൾട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഗിയർ ഓയിൽ ആ ഒരു പാത്രത്തിനകത്തോട്ട് വീഴുക. അപ്പോൾ ഓയിൽ ചോർത്തി കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഗിയർ ബോക്സ് അഴിക്കാവുള്ളൂ. അപ്പം ഗിയർ ബോക്സ് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്ലച്ച് സൈഡ് കവറിൻ്റെ അവിടെ 3 ബോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ തൊട്ട് ഇപ്പുറത്ത്, അതായത് വീല് നമ്മൾ ഇടുന്നിടത്ത് മൊത്തം 4 ബോൾട്ടുണ്ട്. അപ്പോൾ 4, 3, 7 ബോൾട്ടാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ ഈ ക്ലച്ച് സൈഡ് കവറിനകത്തെ 3 ബോൾട്ടിൽ 2 ബോൾട്ട് സെയിം ആയിരിക്കും. ഒരു ബോൾട്ട് സ്വല്പം നീളം കുറവായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ വെളിയിലുള്ള 4 ബോൾട്ടിൽ ആ ബോൾട്ട് 4 സെയിം ആയിരിക്കും. അപ്പം അകത്തെ ഒരു ബോൾട്ടും ഈ 4 ബോൾട്ടും സെയിം ആയിരിക്കും. 5 ബോൾട്ട് സെയിം ആയിരിക്കും. പക്ഷേ ഈ 2 ബോൾട്ട് മാത്രമേ ഉള്ളൂ വ്യത്യാസം കാണിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിത് അഴിച്ച് കഴിഞ്ഞ സമയത്ത് നമ്മൾ 10ൻ്റെ ടീസ്പാനർ ഇട്ടാണ് ഇതൊക്കെ അഴിക്കുന്നത്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ക്ലച്ച് അഴിക്കാൻ 8ൻ്റെ ടീസ്പാനറും അതിൻ്റെ ഒരു ഗിയർ ബോക്സ് അഴിക്കാൻ വേണ്ടി 10ൻ്റെ ടീസ്പാനർ, ഇത് ആണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മളിത് അഴിച്ച് കഴിഞ്ഞിട്ട് ഈ ചെറുതായിട്ട് നമ്മളൊന്ന് തട്ടി കൊടുക്കുമ്പോൾ അത് ചെറുതായിട്ട് ഇളകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം സാധാരണ ഇത് ഒറ്റയടിക്ക് ഇളകി വരേണ്ടതാണ്, പക്ഷേ ഇത് ആദ്യമായിട്ട് അഴിക്കുവാനായിട്ടാണ് സെലക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇളകി വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ അതിൻ്റെ വിടവിലോട്ട് കയറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് തെന്നി കൊടുക്കുക. വലിയ ഇതൊന്നും കൊടുക്കില്ല, വലിയ പ്രശ്നമൊന്നും പിടിക്കില്ല, ചെറുതായിട്ട് തെന്നി കൊടുത്താൽ മതി. തെന്നി കൊടുത്ത് കഴിയുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഊരി വരും. അപ്പോൾ ഇതിനകത്ത് പാക്കിങ് ഉണ്ടായതുകൊണ്ടാണ് ഈ ടൈറ്റായിട്ടിരിക്കുന്നത്. അതാണ് പാക്കിങ് വിട്ട് മാറാനാണ് ശകലം പ്രയാസം. അപ്പോൾ നമ്മൾ പതുക്കെ ഗിയർ ബോക്സ് അഴിച്ച് താഴോട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളത് താഴെ വെച്ചിട്ട് നമ്മളതിൻ്റെ വീലൊക്കെ ഇരിക്കുന്നില്ല, വീലൊക്കെ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ട് വയറിംഗ് ഒക്കെ പോയിട്ടുണ്ടെന്ന് അതിന് ചെക്ക് ചെയ്യും. എല്ലാത്തിൻ്റെയും ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പം നമ്മൾ വീൽ വയറിംഗ് പോയിട്ട് നമുക്ക് അത് ഒറ്റ തന്നെ നമുക്ക് മനസ്സിലാകും. വീൽ വയറിംഗ് പോയത് നമുക്ക് മനസ്സിലാകും. നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇത് കണ്ടില്ലേ, അതിനകത്ത് ആദ്യം ഒരു ഓയിൽ സീലുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവർ വല്ല ഇട്ടിട്ട് ആ ഓയിൽ സീൽ തെന്നി എടുക്കണം. അപ്പോൾ ഓയിൽ സീൽ സാധാരണ പോകാൻ ചാൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മളൊന്ന് തുടച്ച് നോക്കണം. നല്ലതാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഇട്ടാൽ മതി. ഞാൻ മാറുന്നൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഈ കവർ തിരിച്ച് പിടിച്ചിട്ട് നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവർ വല്ല ഇട്ട് 2 തട്ട് കെട്ടിയാൽ മതി. ആ വീൽ വയറിങ് ഊരിങ്ങി വരും. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് വീൽ വയറിങ് ഇത് നമുക്ക് ഒറ്റ തന്നെ മനസ്സിലാകും ഈ വയറിങ് മൊത്തം പോയതാണെന്ന്. അപ്പം ഞാനിത് വയറിങ്ങൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, വയറിങ്ങും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെന്തോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിന് മുമ്പായിട്ട് വേറൊരു കാര്യം ചെയ്യണം. ഇത്ര അഴിച്ച് മാറ്റിയിട്ട് നമ്മൾ വീൽ വയറിങ് മാറ്റിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കണ്ടില്ലേ, ഈ സൈഡിലാണെങ്കിൽ നമ്മൾ പാക്കിങ് ഇരിക്കുന്നത് കണ്ടില്ലേ,
അപ്പോൾ നമ്മളൊരു ബ്ലേഡ് വല്ലതും ഉപയോഗിച്ചിട്ട് ഈ പാക്കിങ് നല്ലതുപോലെ ചിരണ്ടിക്കളണം. ഒരു ശകലം പോലും ഇരിക്കില്ല. കാരണം എന്തൊരു ശകലം ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പാക്കിങ് ഇടാൻ നേരത്ത് അതിലേക്കൂടെ ഓയിലേക്ക് വരാൻ നല്ല ചാൻസാണ്. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ തുടച്ചെല്ലാം വൃത്തിയാക്കും. ആദ്യം പാക്കിങ് മൊത്തം ഈ കവറിൽ നമ്മളെ ഇഞ്ചിനകത്തിരിക്കുന്ന ആ സൈഡിലെ കവർ 2 സൈഡിലെയും പാക്കിങ് മൊത്തം നമ്മൾ ചിരണ്ടി മാറ്റിയിട്ട് അടുത്തത് വയറിങ് ഇടണം. അപ്പം വയറിങ് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വയറിങ്ങിനകത്ത് ചെറുതായിട്ട് ഒരു ഓയിൽ എടുത്തിട്ട് ശകലം അതിൻ്റെ സൈഡിൽ തേച്ച് വെക്കണം. തേച്ച് വെച്ചിട്ട് നമ്മൾ ആ വയറിങ് എടുത്ത് ചെറുതായിട്ടൊന്ന് അടിച്ച് വെക്കും. 4 സൈഡ് ഒരുപോലെ അടിക്കും. അടിച്ചിട്ട് നമ്മുടെ പഴയ വയറിങ് കളയില്ല. ആ വയറിങ് എടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ചിട്ട് 2 അടി അടിച്ചാൽ മതി. അടിച്ച് കഴിയുമ്പോഴത്തേന് കറക്റ്റായിട്ട് അത് കയറി പോകുന്നത് കാണാം. അപ്പോൾ അത് സീറ്റിംഗ് ആകും. നമ്മൾ അടിച്ച് കഴിയുമ്പോഴത്തേന് അപ്പുറം സൈഡ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കറക്റ്റ് സീറ്റിംഗ് ആയിട്ടിരിക്കും. അപ്പുറത്ത് നമുക്ക് വെളിയിലോട്ട് പോകാൻ പറ്റത്തില്ല. അത് അവിടെ തട്ടി നിൽക്കത്തില്ല. അപ്പോൾ കറക്റ്റ് സീറ്റിംഗ് അത് മനസ്സിലാവും. പിന്നെ നമ്മൾ ഓട്സിൽ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ ആ മണ്ടക്കത്തെ ലെവൽ കറക്റ്റ് ആയിരിക്കണം. അല്ലാതെ ഒരു കാരണവശാലും ഓട്സിൽ അകത്തോട്ട് നമ്മൾ അടിച്ചു കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൊണ്ടുവന്ന പാക്കിങ് ഇതിൽ കയറ്റി സെറ്റ് ചെയ്ത് വെക്കുക. അതായത് വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. പാക്കിങ് വെച്ചിട്ട് നമ്മൾ മറ്റ് ബീലെല്ലാം കയറ്റിയിട്ട് നമ്മളങ്ങ് കയറ്റിയിട്ടാൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഓയിലിൻ്റെ ബോൾട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് ബാക്കി എല്ലാ ബോൾട്ടും നമ്മളറിയാമല്ലോ, എല്ലാ ബോൾട്ടും നമ്മൾ ടൈറ്റ് ചെയ്യുക. അപ്പം ഞാനിത് ബാക്കി ഇനിയും പ്രത്യേകിച്ച് നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആദ്യമായി നിങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം വീൽ സൈഡ് നമ്മൾ ഇട്ടിട്ടുണ്ട്, ക്ലച്ച് സൈഡ് കവറും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഓയിൽ അടുത്ത് ഒഴിക്കുക. അപ്പോൾ ഓയിൽ നമ്മൾ ക്യാൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഓയിൽ നമുക്ക് കിട്ടുന്നത് തന്നെ ഒരു നീണ്ട ഒരു ബോട്ടിലിനകത്ത് നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്കത് തുമ്പൊന്ന് കട്ട് ചെയ്തിട്ട് കയറ്റി ഒഴിച്ചാൽ മതി. ഓട്ടോമാറ്റിക്കലി തന്നെ ഓയിൽ അതിനകത്ത് ആയിക്കോളും. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഇത് മുറുക്കുക. മുറുക്കി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കണം എവിടെയും ലീക്ക് വല്ലതും ഉണ്ടെന്ന് ആദ്യമേ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് ലീക്കൊന്നും ഇല്ലെന്ന് നമുക്ക് ഉറപ്പായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും സംഭവം നമ്മൾ ചെയ്തത് കറക്റ്റാണോ ഇല്ലെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് പണ്ടില്ല, ഇപ്പോൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. നമ്മൾ വീഡിയോ കറങ്ങുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുക. അപ്പം നമുക്ക് ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.